ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. നമ്മൾ ഈ കാത്തിരിക്കുന്ന എല്ലാ സിനിമകളുടെയും അപ്ഡേറ്റ് ഒരുമിച്ച് വന്ന് എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. അതായത് നമ്മൾ കാത്തിരിക്കുന്ന സിനിമയുടെ അതും വളരെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണെങ്കിലും ട്രെയിലർ, ഫസ്റ്റ് ഗ്ലിംസ്, അതിന്റെ ബുക്കിംഗ്, അതുപോലെ റിലീസ് ഡേറ്റ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഈവൻ എമ്പുരാൻ, ബസൂക്ക, ജനനായകം തുടങ്ങിയുള്ള സിനിമകളുടെ അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് പറയണത്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും വൺ ബൈ വൺ ആയി ഒരുമിച്ച് വന്നൊരു ദിവസമാണത്. ആക്ച്വലി സ്വർഗം ആ അങ്ങനെ പറയുന്ന അവസ്ഥയാണ്. സോ ആദ്യം തന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തലപതി വിജയ് നായകനാവുന്ന സിനിമയുടെ ഒരു പോസ്റ്ററും അതിന്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ് പോസ്റ്റർ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള രീതിയിൽ തന്നെയുള്ള പുള്ളി എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ. വെള്ളയിട്ടാണ് നിൽക്കുന്നത്. ജനുവരി 9, 2026 ജനുവരി 9 വേൾഡ് വൈഡ് പൊങ്കൽ റിലീസ് ആയിട്ടാണ് സിനിമ വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊങ്കൽ പോലെ തന്നെയുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് തന്നിട്ടുള്ളതും. കയ്യിലൊക്കെ മറ്റേ പൊടി കളറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ സ്വന്തം ദളപതി വിജയ്. അതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ്. 2, ബസൂക്ക, മമ്മൂക്ക. ബസൂക്കയുടെ ട്രെയിലർ വരും, അതിന്റെ അനൗൺസ്മെന്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾക്ക് പല ആൾക്കാരും പറഞ്ഞിരുന്നു 27 എമ്പുരാന്റെ കൂടെ ട്രെയിലർ വരും, അന്നായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അന്ന് ട്രെയിലർ ആ ഷോയുടെ കൂടെ ഒരു പക്ഷേ കാണിച്ചേക്കാം നല്ല കാണിക്കും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഉറപ്പായിട്ടും തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറും എന്തായാലും എമ്പുരാന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ റിലീസ് ചെയ്യുന്നത് തലേ ദിവസമാണ്. ബസൂക്ക എന്ന് പറഞ്ഞിട്ട് ഇതൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ട്രെയിലർ സ്ക്രീനിങ് at Thrissur Ragam Theatre at 8 PM IST. YouTube release at 8:10 PM IST. 8 മണിക്ക് രാഗം തിയേറ്ററിൽ എക്സ്ക്ലൂസീവ് ട്രെയിലർ റിലീസും സ്ക്രീനിങ്ങും അതിനുശേഷം യൂട്യൂബ് റിലീസായിട്ട് 8:10, 10 മിനിറ്റിന് ശേഷം 8:10 അത് റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ March 26, 2025. അപ്പോൾ ഈ വരുന്ന 26, ഇന്ന് ഓൾറെഡി 24, നാളെയല്ല മറ്റന്നാളെ 8:10 PM, രാത്രി 8:10. അപ്പോൾ അത് പൊളിച്ചെടുക്കും. Thrissur, you are in for a treat. Catch the exclusive trailer screening at Ragam Theatre on 26 March 8 PM before the online release എന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഭവം കൊടുത്തിട്ടുണ്ട്. മമ്മൂക്ക അല്ല അടിപൊളി ലുക്കിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ എത്ര വട്ടം നമ്മൾ പറയും. തൊട്ടപ്പുറത്ത് ഗൗതം വാസുദേവ് മേനോൻ GVM പോലീസ് യൂണിഫോമിൽ ഏതോ ഒരു കായലിലേക്കോ കടലിലേക്കോ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നു. ഇത് പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി എന്തുവാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു ട്രെയിലർ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആക്ച്വലി ഇപ്പോൾ എമ്പുരാൻ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് ഇപ്പോഴും പറഞ്ഞില്ല, എമ്പുരാൻ ഭയങ്കരമായിട്ട് കത്തിക്കേറി നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ബസൂക്കയുടെ ട്രെയിലർ വളരെ പ്രതീക്ഷയോടെ മമ്മൂക്ക ആരാധകർ കാത്തിരിക്കുന്ന ഒന്നാണ്. അതിനുള്ള വകുപ്പുണ്ടോ, നമുക്ക് എൻജോയ് ഉള്ള സാധനം ഉണ്ടോ എന്നുള്ളത് 26 8:10 അറിയാം. ഇനി പറയണത് എമ്പുരാനെ കുറിച്ചാണ്. മാഗ്നം ഓപ്പസ് എന്നൊക്കെ പല ആൾക്കാരും വിളിച്ചു തുടങ്ങി. ഒരു 3-4 അപ്ഡേറ്റുകളുണ്ട്. ഒന്ന്, ഹിന്ദി ബുക്കിംഗ് ഓപ്പൺ ഫ്രം 25 നാളെ 3/2025 നാളെയാണ് ഇതിന്റെ ഹിന്ദി ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പോസ്റ്ററിൽ പല ആൾക്കാരും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ യുദ്ധം നടന്ന ഏതോ ഒരു സ്ഥലത്ത് ഖുറൈഷി എബ്രഹാമും അതുപോലെ നമ്മുടെ സയ്യിദ് മസൂദും ഇങ്ങനെ നടന്നു വരുന്നൊരു സാധനമാണ്. എന്താണ് സംഭവം എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഇനി അതിനെക്കുറിച്ചുള്ള അടുത്തത്, എമ്പുരാൻ 60 കോടി ക്ലബിൽ കയറിയിട്ടുണ്ട്. ഇന്നലെ 58 എത്രയായിരുന്നു, ഇപ്പൊ 60 കോടി ക്ലബിൽ കയറിയിട്ടുണ്ട്. മോഹൻലാൽ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. അറിയില്ലായിരുന്നു. വൻ ഹൈപ്പാണ് എമ്പുരാൻ ലഭിക്കുന്നത്. പ്രീ സെയിലിൽ മാത്രം കിട്ടിയ കളക്ഷനെ കുറിച്ച് പൃഥ്വിരാജ്, ചിത്രം ഇപ്പോൾ 60 കോടി നേടിയെന്ന് പൃഥ്വിരാജ് ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ വ്യക്തമാക്കി. പടം തിയേറ്ററിൽ വരാൻ ഇനിയും 25 ഇന്ന് 24, ഓക്കെ 25, 26, 2 ദിവസം. കാരണം തൊട്ടടുത്ത ദിവസം 6 മണിക്ക് ഷോ നമ്മൾ കാണുകയാണല്ലോ. അപ്പൊ അതൊരു ദിവസമായിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. 27 നമ്മൾ സിനിമ കാണും. 25, 26, ഇന്ന് രാത്രി കഴിഞ്ഞാൽ 25, 26, 2 ദിവസം. ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോഴേക്ക് സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 60 കോടി. ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത ഒരു സാഹചര്യം. കുറച്ച് മുമ്പ് വരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 60 കോടി ക്ലബിൽ പ്രീ സെയിലോ. ചരിത്രം ഇങ്ങനെ മാറ്റി എഴുതുകയാണ് പൃഥ്വിയും എമ്പുരാൻ ടീമും ഒക്കെ. അപ്പോ അതൊരു സംഭവം. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു അപ്ഡേറ്റ്, ഫിർ ജിന്ദ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫിർ ജിന്ദ, ദ ബല്ലാഡ് ഓഫ്
റീട്രിബ്യൂഷൻ ലിറിക്കൽ വീഡിയോ ഔട്ട് അറ്റ് 25/3/25 1:08 PM 1:08 PM കേട്ടോ. 1:08 എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രെയിലർ ഇതുപോലെ 1:08 അവർ റിലീസ് ചെയ്യാൻ നിന്നിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ലീക്കായി പോയി. ഹിന്ദി അതുപോലെ കന്നഡ സംഭവങ്ങളൊക്കെ ലീക്കായി. അപ്പൊ പിന്നെ വേറെ നിവർത്തിയില്ലാതെ ഇവരത് ഒഫീഷ്യലി തന്നെ ഇന്ന് ഞങ്ങൾ പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് അവർ ഒഫീഷ്യലി ഇത് പുറത്തേക്ക് റിലീസ് ചെയ്യൊക്കെയാണ് ഉണ്ടായത്. 1:08 കാത്തിരുന്നിട്ടില്ല. ഇപ്രാവശ്യമെങ്കിലും ഈ ലീക്ക് ആവാത്ത സാധനം ഒന്ന് വരട്ടെ. പിന്നെ ട്രെയിലർ അല്ലാത്തതുകൊണ്ട് ലീക്ക് ആവാനുള്ള സാധ്യതയില്ല. പക്ഷെ ഫസ്റ്റ് ഗ്ലിംസ് ആണ്, എമ്പുരാനാണോ ഒന്നും പറയാൻ പറ്റില്ല. സോ 1:08 വരും, 1:08 വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇനി രാത്രിയൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിരുന്നോളൂ. ചിലപ്പോൾ ഇന്ന് രാത്രി 1 മണിക്കോ ചിലപ്പോൾ വന്നേക്കാം. സോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം, എല്ലാവരും പറയാൻ പറ്റൂല. ഇനി 8ന്റെ കണക്ക് പറഞ്ഞപ്പോഴാണ്, ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1:8 1ഉം 8ഉം 1+8 = 9. ഈ 9ന്റെ 9ന്റെ ഒരു കള്ളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ നമ്പറാന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. വേറെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എനിക്ക് അറിയില്ല. അതുപോലെ ഇതിന്റെ ട്രെയിലർ ആണെങ്കിൽ 3:51 ആയിരുന്നു. അതായത് 3+5+1 = 9. അതുപോലെ റിലീസ് ഡേറ്റിന് എന്തൊക്കെയുണ്ട്, 25/3 എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഒരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. കുറെ ആൾക്കാർ ഡീകോഡ് ഭയങ്കര രീതിയിൽ പറയുന്നുണ്ട്. എല്ലാം ഒരു 9ന്റെ കളിയാണ്. അത് എക്സാക്ട് ആയിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തി ഏതൊക്കെയാണ് ഈ 9 വരുന്നത് എന്നുള്ളത്. സോ ഇതും 1:08 9 എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകം കൊണ്ട് ഫുൾ പ്ലാൻഡ് ആണ്, ഇതൊന്നും പറയാൻ പറ്റില്ല. ഇനി കുറെ ഇന്റർവ്യൂസ് 1 by 1 ആയിട്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള തമിഴിൽ വന്നിട്ടുള്ള ഒരു രസകരമായ ഇന്റർവ്യൂ ഉണ്ട്, അത് കണ്ടിട്ടില്ല. അത് ഇത് കഴിഞ്ഞിട്ട് വേണം കാണാൻ. അത് പൃഥ്വിയും ലാലേട്ടനും ഇരുന്നിട്ട് ഷാറൂഖ് ഖാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്ന ആൾക്ക് മമ്മൂക്ക എന്നുള്ള മാമുക്ക എന്ന രീതിയിലേക്ക് ഒന്ന് ടങ് സ്ലിപ്പായി പോയി. അതിൽ വളരെ അതത് ഇവര് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് മാമുക്കോയെ എന്ന് വെച്ചിട്ട് ചിരിക്കുന്നുണ്ട്. എന്റെ ചിരി കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഒരു രസമായിട്ട് പറയാം, ഷാറൂഖ് ഖാൻ വന്ന് അഭിനയിച്ചു പോയിരുന്നു, പക്ഷെ പൃഥ്വി ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രസമായിട്ട് ആ കട്ട്സ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് കാണണം, അത് കണ്ടപ്പോഴേ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതല്ലാതെ ഗലാട്ട പ്ലസിന് നൽകിയിട്ടുള്ള ലാലേട്ടൻ ഒറ്റക്ക് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഇതിനു മുമ്പ് പൃഥ്വിരാജ് ഒറ്റക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ലാലേട്ടൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂയുടെ ഭാഗമായി ലാലേട്ടൻ ഈ സിനിമയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ട് വരാം. I haven't seen the film full yet, but whatever I saw, my portion is they have done it brilliantly. Prithviraj has shot the film in such a way that it's a beautiful. It is compared to any other. They like Hollywood films. When we watch, my God, why can't we make films like that? Because they have a proper structure about the character, about the color palettes or the language, the costume. Everything is precise. Prithvi has done a beautiful homework on this. Even the selection of characters, artists, their way of presenting themselves, locations, everything has done a beautiful homework. And it's a blessing to get everything in proper place. And he has done. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോളിവുഡ് ലെവലിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലാലേട്ടനൊക്കെ ഇത്രയും 40-47 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരാൾ ഇത്രയും രസമായിട്ട് സിനിമയെ കുറിച്ച് പറയണമെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു പറയാനുള്ള സാധ്യതയില്ല. ഫുള്ളായിട്ട് സിനിമ ഇപ്പോഴും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ലാലേട്ടൻ അത് ഫുള്ള് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ കണ്ട ഭാഗങ്ങൾ, ലാലേട്ടൻ അഭിനയിച്ച പല കാര്യങ്ങളും കണ്ട ഭാഗങ്ങളൊക്കെ വേറെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളെ എമ്പുരാന പറഞ്ഞില്ല, ചങ്കെന്ന് പറഞ്ഞിട്ടുള്ള എമ്പുരാനുണ്ട്. അപ്പോ ആ പാട്ട് വല്ല പുള്ളിക്കാരൻ എല്ലാവർക്കും ഫേമസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസിൽ വരെയും ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ പുള്ളി ഇതിനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ദീപക് ദേവ് ഇതിന്റെ പാട്ട് പാടുമ്പോൾ ഇതിൽ പാട്ടും പാടിയിട്ടുണ്ടല്ലോ, വേറെ രസമായിട്ടുള്ള നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. പൃഥ്വി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടുകളും അതിമനോഹരമായിട്ട് ഫാന്റാസ്റ്റിക് എന്നാണ് ആ വാക്ക്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഫാന്റാസ്റ്റിക് എന്നാണ് പറഞ്ഞത്. അത്ര നല്ല രസമായിട്ടുള്ള പാട്ടുകൾ ദീപക് ദേവിൽ ചെയ്തിട്ടുണ്ട്. വിജയം മാത്രമല്ല ഇന്റർനാഷണൽ ലെവൽ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പുള്ളിക്കാരൻ പാടിയിട്ടുണ്ട്. അപ്പൊ പുള്ളി പാടുന്ന സമയത്ത് ഇമോഷൻ കറക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പാടാൻ വേണ്ടി അതിന്റെ ഫൂട്ടേജ്, റോ ഫൂട്ടേജ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റോ ഫൂട്ടേജ് മുമ്പ് ക്രെയിനിന്റെ ഇരുമ്പിന്റെ ആ തൂങ്ങി വടി ഭാഗങ്ങളും മറ്റു സാധനങ്ങളും എന്താ പറയാ മൈക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഈ സ്ക്രീനിലുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. റോ ഫുട്ടേജ് കണ്ടിട്ട് എന്റെ അമ്മോ എന്ന് തോന്നിപ്പോയി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്നിട്ട് ഈ അത്ഭുതത്തോടെ ദീപക് ദേവ് നോക്കിയ സമയത്ത് ദീപക് ദേവ് പറഞ്ഞു, ഞാനൊരു വട്ടം ഞെട്ടിയതാണ്, ഇനി ഞെട്ടാൻ എപ്പോഴും ഞെട്ടാൻ എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ റോ ഫുട്ടേജ് കണ്ടുപോലും അത്ര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന് മുമ്പ് കുറെ മുമ്പ് സിനിമ ഇറങ്ങുന്നതിന് ഒരുപാട് മുമ്പ് ഇതിനെക്കുറിച്ച് മറ്റൊരു സിനിമയുടെ ഇന്റർവ്യൂ ആയിട്ടിരുന്ന സമയത്ത് ദീപക് ദേവിനോട് എംബ്രാനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ചില റോ ഫുട്ടേജ് കണ്ടിട്ട് അതിന്റെ കളറിങ്ങും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ഫൈനൽ സാധനമാണ്, ഫൈനൽ ഔട്ടാണെന്ന് വിചാരിച്ച് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പൊ പൃഥ്വിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പൃഥ്വി പറഞ്ഞിട്ടുണ്ട് അത് ഫൈനൽ ഔട്ടല്ല, ജസ്റ്റ് റോ ഫുട്ടേജ് ആണെന്നുള്ളത്. അപ്പൊ ഞെട്ടി പോയിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും റിസ്ക് എടുത്താൻ
പൃഥ്വി ഇപ്പൊ ലാസ്റ്റ് വന്ന 1-2 ഇന്റർവ്യൂവിൽ ചിലത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. CGI എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് യൂസ് 10% എങ്ങാണ്ട് ഉപയോഗിച്ചുള്ളൂ. ബാക്കി 90% റിയൽ ഫുട്ടേജ് ആണ്, റിയൽ ഷോട്ടാണ്. അത് ബോംബ് പൊട്ടുന്നതും വണ്ടികൾ കുത്തിമറിയുന്നതും പൊട്ടിക്കുന്നതും തെറിയുന്നതും വെക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ലൈവായിട്ട് എടുത്തിട്ടുള്ളതാണ് എന്നുള്ളത്. സോ ഇതിനു വേണ്ടി അവർ എടുത്തിരിക്കുന്ന റിസ്ക് ഭയങ്കരമാണ്. ആൻഡ് നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ഇപ്പോൾ ലാലേട്ടനും പൈസ മേടിച്ചിട്ടില്ല, ബാക്കിയുള്ള പൈസ മേടിച്ചിട്ടില്ല. ഓഫ് കോഴ്സ് അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അവർ പൈസ എടുക്കുമായിരിക്കാം. പക്ഷെ അവർ 100 കോടി അല്ലെങ്കിൽ 150 കോടി എന്ന് പടത്തിൽ പറഞ്ഞാൽ അത്രയും അത് മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ള സ്റ്റാറുകൾക്കുള്ള പൈസയും കാര്യങ്ങളും എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രശാന്ത് നീൽ സിനിമയൊക്കെ കാണുന്ന പോലെ മേക്കിങ്ങിന് വേണ്ടി ഉള്ള പൈസ മൊത്തം, ഞാൻ പ്രശാന്ത് നീൽ പറയാൻ കാരണം KGF ഒക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് 100 കോടി കൊണ്ടൊരു സിനിമ ചെയ്തു എന്ന് പറയുമ്പോൾ ആ 100 കോടി എങ്ങനെ അവർ യൂസ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അത്തരത്തിൽ ഈ എമ്പുരാന് വന്നിട്ടുള്ള പൃഥ്വി പറയുന്നത് വെച്ചാൽ എവറി പെനി അത് യൂസ് ചെയ്തിട്ടുള്ളത് മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ അത്രയും ക്വാളിറ്റിയിൽ വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് 3 മിനിറ്റ് 52 സെക്കൻഡിൽ ഒരു 51 സെക്കൻഡിൽ ട്രെയിലർ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 3 മണിക്കൂറുള്ള സിനിമ നമ്മളെ ഞെട്ടിച്ചിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. Just 2 more days. Wait and see.